ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാനന്തര ഷാനവാസ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ണിന് പൊന്നാങ്കണ്ണി ചീരയാണ്. ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് വെച്ചാൽ പലരും പല വീഡിയോയ്ക്കകത്തുമൊക്കെ പല ചീരകൾ കാണിച്ചിട്ട് ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര ഇതാണ്. ഇത് വെയിലത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയ്ക്കൊരു റെഡ് ഷെയ്ഡാണ് ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഇലയ്ക്കുണ്ടാവുക. അതേപോലെ ഈ പൊന്നാങ്കണ്ണി ചീര നമുക്ക് വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ ഒന്നുമില്ല, ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര. ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു തണ്ടൊടിച്ച് വെള്ളത്തിലിട്ടിരുന്ന ഒരു കുപ്പിക്കകത്ത് വെള്ളം വെച്ച് അതിനകത്തിട്ട് അതും ഏകദേശം അത്യാവശ്യം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് വെച്ചാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നത് സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിലുമൊക്കെ ഇതിനെ നട്ട് വളർത്താം. ഇതിപ്പോൾ ഞാൻ വെറും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ പേരിലാണ് ആ ഇലയൊക്കെ വളരെ ചെറിയ രീതിയിൽ നിൽക്കുന്നത്. ഇതിനകത്തിപ്പോൾ ജൈവ സ്ലറിയോ ചാണകവെള്ളമൊക്കെ കലക്കി ഒഴിച്ച് ഇതേ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് നിലയെടുക്കാൻ പറ്റും. അത് നമുക്ക് എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഇതിപ്പോൾ ഞാൻ ഗ്ലാസ്സിലിട്ട് വെച്ചിരുന്നത്. അത് ഒരു 10 ദിവസം പോലും ആയിട്ടില്ല, അപ്പോഴത്തേക്കും അതിനകത്തും അത്യാവശ്യം വേര് വന്നിട്ടുണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയായിട്ട്, അതായത് സാലഡിൻ്റെ കൂടെ ഇതിൻ്റെ ഇല ഉപയോഗിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അതേപോലെ ഈ ഇതിനകത്ത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ പൊന്നാങ്കണ്ണി ചീരയിലുണ്ട്. ഇത് നമുക്ക് ഒരു തൈ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതി. അതിന് ആ തൈ കിട്ടിയതിന് ശേഷം തന്നെ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഗ്രോ ബാഗിലോ നിലത്തും ഒക്കെ ആയിട്ട് നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും നമുക്കിതിനെ ധാരാളം തൈകളാക്കി നമുക്കിതിനെ മാറ്റാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് വെച്ചാൽ മതി. ഇതിനിപ്പം ഒരുപാട് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. ഇതിന് ചാണകവെള്ളമോ ജൈവ സ്ലറിയോ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വളരും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിയ ഇലയാവാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, ഒരു മീഡിയം പരുവെത്തുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് നമുക്ക് തോരനായും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇലക്കറികളായിട്ട് നമുക്ക് ഈ പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. പൊന്നാങ്കണ്ണി ചീരയിൽ ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുള്ളതാണ്. പൊന്നാങ്കണ്ണി ചീര നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട്, പക്ഷേ അത് കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല, കുറച്ച് പേർക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ ഇത് ഡിമാൻഡായി. ഇത് ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് വാങ്ങാനും ഈ പൊന്നാങ്കണ്ണി ചീര കിട്ടുന്നുണ്ട്. ഇത് തൂക്കി കിലോ ആയിട്ടുമൊക്കെ പൊന്നാങ്കണ്ണി ചീര ഇപ്പോൾ വിൽക്കുന്നുണ്ട്.